സംസ്ഥാനത്ത് 60 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ, അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ലഭിക്കുന്നവർക്കും ആശ്വാസമായ ഒരു വാർത്തയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു മാസത്തെ പെൻഷൻ തുക ആയ 1600 രൂപ എത്തിച്ചേരുന്നതിൻ്റെ വിവരമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വിഷുവിന് മുൻപായി തന്നെ ഒരു ക്ഷേമ പെൻഷൻ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത്. 60 ലക്ഷത്തോളം പേർക്ക് 1600 രൂപ ലഭിക്കുന്നതിനായി 820 കോടി അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിരുന്നു. ഇത് കൂടാതെ ക്ഷേമ പെൻഷനിൽ നിന്ന് 200, 300, 500 തുടങ്ങിയ കേന്ദ്രവിഹിതവും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്രം നൽകുന്ന തുകയും ഇപ്പോൾ മുൻകൂറായി സംസ്ഥാനം തന്നെ നൽകുകയാണ്. 8.46 ലക്ഷം പേർക്ക് കേന്ദ്രവിഹിത തുക കൂട്ടി നൽകിയിരിക്കുന്നു. 24.31 കോടി രൂപയും സംസ്ഥാനത്ത് അനുവദിച്ചിരുന്നു. വിഷുവിന് മുൻപായി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് 820 കോടി അനുവദിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി പ്രത്യേകം അറിയിച്ചിരിക്കുന്നു. എങ്കിലും തിങ്കൾ, ചൊവ്വ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നില്ല. രണ്ടാം ശനി ഞായറും വിഷു ആയതിനാൽ തിങ്കളാഴ്ച അവധി ദിവസമാണ്. അതിനാൽ തന്നെ ബുധൻ, വ്യാഴം, വെള്ളി ദിനങ്ങളിൽ മാത്രമേ ബാങ്കുകൾ പ്രവർത്തിക്കുകയുള്ളൂ. അതിനിടെ ചൊവ്വാഴ്ച 2000 കോടി സർക്കാർ വായ്പ എടുത്തതായി വാർത്ത വന്നിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ 26 ലക്ഷത്തിലേറെ പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ കടമെടുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച ശേഷം ബുധനാഴ്ച തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. അതുപോലെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനും ഒരു ദിവസം മുമ്പ് തന്നെ കേന്ദ്രവിഹിതം വിതരണം PFMS സംവിധാനം വഴി ആരംഭിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.